എൻ്റെ ഭാര്യ അങ്ങനെയാണ്, എൻ്റെ ഭർത്താവ് അങ്ങനെയാണ്, ഞാൻ ജോലി സ്ഥലത്ത് ഇങ്ങനെ പ്രശ്നമുണ്ടായി, അതുണ്ടായി. അത് അല്ല സംസാരത്തിൻ്റെ ഭാഗത്ത്. സംസാരിക്കുക എന്ന് പറയുന്നത് ആ വ്യക്തി ഓക്കെ ഞാൻ എന്നിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ആകാശം, നമ്മുടെ ശബ്ദം, വെളിച്ചം, ഇന്ദ്രിയങ്ങളുടെയൊക്കെ പവർ ഓപ്പണാകുന്നത്. അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ പവർ ഓപ്പണാകുന്നത്. അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ ഈ വ്യത്യാസം അറിയാം. നമ്മളെ ശ്രദ്ധിച്ച് സംസാരിക്കുമ്പോൾ, അവനൊന്ന് ശ്രദ്ധിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വേണ്ടാത്ത പാഴ് കാര്യത്തിലോട്ട് പോകത്തില്ല. വളരെ വളരെ സിമ്പിളാണ്, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല നമ്മളെ തെളിച്ച് അറിഞ്ഞ് തുടരുന്നത്. ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സത്യസന്ധതയിൽ നിൽക്കുക. നമ്മളിൽ സത്യസന്ധതയിൽ നിൽക്കുക. അത് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. ലോകോ സമസ്തോ സുഖിനോ ഭവന്തു എന്ന് പറയുകയും ചെയ്യും, എല്ലാ വൃത്തികേടും ചെയ്തു കൊടുക്കുകയും ചെയ്തു പറഞ്ഞേക്കും. എല്ലാം പറയും, സംഭവാമി യുഗേ യുഗേ പറയും, പിന്നെ പറയും സനാതന ധർമ്മം പറയും. ഇതെല്ലാം പറഞ്ഞിട്ട് ചെയ്യുന്ന മുഴുവൻ അക്രമവും വഞ്ചനയും ചതിയുമാണ്. വേറെ ഏത് രാജ്യക്കാർ ചെയ്താലും യുദ്ധം ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഭാരതം ഒരു കാരണവശാലും ഭാരതീയരൊരിക്കലും അങ്ങനെ ഒരു ഭാഗത്തോട്ട് പോകാൻ പാടില്ല. കാരണം സനാതനധർമ്മവും ലോകോ സമസ്തോ സുഖനോ ഭവന്തു എന്നൊക്കെ പറയുന്ന ആൾക്കാർ വഞ്ചനയും ചതിയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊക്കെ വലിയ കഷ്ടകാലം വേറെ ഒന്നുമില്ല. വേറെ ഏത് രാജ്യത്തിൽ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. പക്ഷെ ഭാരതീയർ ഇത്രയും വലിയ അടിസ്ഥാന മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞെന്ന് അവകാശപ്പെടുന്നവർ, അവർ തന്നെ അക്രമാസക്തരായി കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്? ഒരു സംശയവും വേണ്ട. എൻ്റെ നേരെ 10 പേര് കല്ലെറിഞ്ഞോട്ടെ, പക്ഷെ ഞാൻ തിരിച്ച് കല്ലെറിയണത് എന്ത് കാര്യത്തിനാണ്? എന്നെ കല്ലെറിയട്ടെ, എന്നെ എല്ലാവരും കല്ലെറിഞ്ഞോട്ടെ, പക്ഷെ ഞാൻ തിരിച്ച് കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ? നമ്മൾ സത്യത്തിൽ നിൽക്കുമ്പോൾ സത്യമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. അകൃത്യമായിരിക്കണം. രക്ഷയ്ക്ക് വേണ്ടി നമ്മൾക്കും വേണ്ടിയിട്ട് ഉപദേശിക്കാൻ വേണ്ടിയല്ല, സ്വയം രക്ഷിക്കാൻ വേണ്ടി നമ്മൾക്കും. എനിക്കറിയില്ല കേട്ടോ, എനിക്കങ്ങനെ സ്വയരക്ഷ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ ചോദിക്കും. അല്ലല്ല, എന്താണ് എനിക്കറിയത്തില്ല കേട്ടോ എന്ന് പറഞ്ഞത്? എന്താണ്, എവിടെ നിന്നാണ് ഈ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞത്? അതായത് രാജ്യത്തിന്റെ കേസിലായിട്ട് അല്ലല്ല, എവിടെ നിന്നാണ് എനിക്കറിയത്തില്ല? പിന്നെ എന്തിനാണ് അത് പറയണത്? എനിക്കറിയാത്തൊരു കാര്യം പറയണത്? അല്ല, അതെങ്ങനെ വ്യക്തമാകുന്നു? എനിക്കറിയത്തില്ല, എൻ്റെ അറിവ് എവിടെ നിൽക്കുന്നു? അവിടെ നിന്നാ പോരെ.
എൻ്റെ അറിവ് എവിടെ നിൽക്കുന്നു? എൻ്റെ അറിവിൽ നിന്നാ പോരെ? പോരെ? അതെ, എൻ്റെ അറിവിൽ നിന്നാൽ മതി. എനിക്ക് അർഹതപ്പെട്ട അറിവിൽ ഞാൻ നിന്നാൽ മതി. എൻ്റെ അർഹതപ്പെട്ട അറിവിൽ നിന്ന് മാറിയിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. ഒരു കാരണവശാലും പ്രയോജനമില്ല. എൻ്റെ അർഹതപ്പെട്ട അറിവിൽ നിൽക്കുമ്പോൾ അവിടെയാണ് വേണ്ട കാര്യങ്ങൾ തിരിഞ്ഞു വരുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. എൻ്റെ അർഹതപ്പെട്ട അറിവിൽ നിൽക്കണം. അപ്പോഴാണ് നമ്മുടെ ശ്രദ്ധ. അല്ലെങ്കിൽ ശ്രദ്ധ എങ്ങോട്ട് പോയി? ശ്രദ്ധ സത്യസന്ധതയിൽ നിന്ന് വിട്ടുപോയി, എൻ്റെ പാഴ് വഴിക്ക് പോയി, എൻ്റെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും. എൻ്റെ അറിവ് എത്ര ചെറുതായിക്കോട്ടെ, പക്ഷെ എൻ്റെ അറിവാണ് എൻ്റെ ഏറ്റവും വലിയ അറിവ്. എൻ്റെ അറിവാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അത് കാത്തു സൂക്ഷിക്കാൻ എനിക്ക് തീർച്ചയായിട്ടും സാധിക്കും. എൻ്റെ അറിവിനെ കാത്തു സൂക്ഷിക്കാൻ ഉള്ള കഴിവ് മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ അറിവിനെ കാത്തു സൂക്ഷിക്കാനുള്ള കഴിവാണ് എനിക്കുള്ളത്. അതേ ഉള്ളൂ എനിക്ക്. അവിടെ അറിയില്ല എന്നുള്ളതും ഏറ്റവും വലിയ അറിവാണ്. എൻ്റെ അറിവും അറിവില്ലായ്മയും. അറിവില്ലായ്മ എവിടെയാണ്? ആകാശമായിട്ടുള്ള ബന്ധമാണ്. ആകാശമായിട്ടുള്ള ബന്ധമാണ് എൻ്റെ അറിവിനെ വൃത്തിയായിട്ട് എനിക്ക് അറിഞ്ഞുകൊണ്ട് പോകാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നത്. ഒരു സ്ഥലത്തും അഴിമതിക്കുള്ള യാതൊരു സാധ്യതയില്ല. എങ്ങുമില്ല. അഴിമതിക്കുള്ള യാതൊരു സാധ്യതയില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മാറ്റിവെച്ചിട്ട് ജീവൻ്റെ പ്രവൃത്തി കാണുക. ജീവൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അതിൽ എത്തുക. അവിടെയല്ലേ നമുക്ക് നല്ല സംസ്കാരം. ഞാനെന്നുള്ള അഹങ്കാരം അവിടെ മാറിയില്ലേ? ഒരു കാലത്ത് ഞാൻ എനിക്ക് വേണ്ടി മേ ബി എല്ലാവർക്കും അത് സഹായകരമാകുമെന്ന് വിചാരിച്ച് പറയുകയാണ്. ഒരു കാലത്ത് തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ചേച്ചി അവിടെ പോയിന്റ് ഔട്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹിന്ദുവാണ്. അപ്പോൾ ഹിന്ദു ധർമ്മത്തെ അപ്ഹോൾഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എൻ്റെയും കൂടി ഉത്തരവാദിത്വമല്ലേ? ഒരു ഇന്ത്യക്കാരനാണ്. അതുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു വോയിസ് എങ്കിലൂടെ നമ്മൾ ജനറേറ്റ് ചെയ്യണ്ടേ? അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ശ്രദ്ധ അവിടെ കൊടുക്കണ്ടേ? അപ്പോൾ ആ സമയത്ത് അത് ശരിയാന്ന് തോന്നും. പക്ഷെ അതിനകത്തുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇങ്ങനെ ഇതിനെതിരെ ഇപ്പോൾ നമ്മളുടെ ഹിന്ദു സത്വത്തിനോ അല്ലെങ്കിൽ ആ മതത്തിനോ അല്ലെങ്കിൽ ആ രാജ്യത്തിനോ എതിരെ ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഉള്ളില് ഒരു എന്താ പറയാ ഒരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എതിർപ്പ്, ദേഷ്യം, വൈരാഗ്യം, ഫ്രസ്ട്രേഷൻ, എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു തുല, ഇങ്ങനെ പലവിധമായ സംഗതികൾ കൊണ്ട് നമ്മളുടെ സിസ്റ്റം മുഴുവൻ അങ്ങ് എന്താ പറയാ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അങ്ങ് കണ്ടാമിനേറ്റ് ആയി പോകുന്നത് തുടക്കത്തിൽ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇവഞ്ചലി ശ്രദ്ധിക്കാൻ പറ്റി. ആദ്യകാലങ്ങളിൽ അത് ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല.
പിന്നീട് അത് കാരണം നമുക്ക് ഈ ഒരു അവസ്ഥ നമ്മളെ എന്താ പറയുക ചെറിയൊരു രോഗാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് തിരിച്ചറിയാൻ പറ്റിയപ്പോഴാണ് ഇതിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്നെ വെളിയിലേക്ക് വരാൻ തുടങ്ങിയത്. ഇപ്പൊ പോലും ഇതിന്റെയൊക്കെ റമണാൻ ഇപ്പൊ പോലും കിടപ്പുണ്ട്. ഇപ്പോ ഈ രാജ്യത്തിന്റെ കാര്യം പെട്ടെന്നൊരു ഷെബ് പറഞ്ഞപ്പോ ഒരു സെക്കൻഡ് എന്റെ മനസ്സിൽ ഇന്ത്യക്കാർ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പണി കിട്ടിയിട്ടേ ഉള്ളൂ എന്നുള്ളൊരു തോന്നൽ ഒരു സെക്കൻഡ് എന്റെ ഉള്ളിൽ മനസ്സിൽ അപ്പോഴും ഒന്ന് മിന്നി പോയെന്നുള്ളതാണ്. പക്ഷെ നമുക്കത് കാണാൻ പറ്റി. അപ്പൊ തന്നെ അത് അവിടെ നിന്ന് പോവുകയും പിന്നെ ആ ട്രൂത്ത് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്, ആ ഒരു സറണ്ടർ, ആ ഒരു എന്താ പറയാ ട്രൂത്തിൽ നിന്നാൽ ട്രൂത്ത് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി പെർഫെക്റ്റ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവിടെ വരികയും ചെയ്തപ്പോഴത്തേക്ക് അത് അതിന്റെ ആ ഒരു എന്നെ ഒട്ടും ബുദ്ധിമുട്ടിച്ചില്ല. ആ ചിന്ത വന്നെങ്കിലും ആ വഴിക്ക് അങ്ങനെ അങ്ങ് പോയെന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു ഇതാണ് നമ്മൾ ഏതെങ്കിലും വിശ്വാസത്തിന്റെയോ എന്താ പറയണ്ട ഇതുപോലെ ആശയങ്ങളുടെയോ കീഴിൽ നമ്മളിങ്ങനെ എപ്പോഴെങ്കിലും ബയാസ്ഡായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏതെല്ലാം തലത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത്. അതായത് എലിക്സർ പറഞ്ഞ ഇതേ കാര്യം തന്നെ രമ പറയാൻ തുടങ്ങിയാൽ ഞാൻ സമ്മതിക്കത്തില്ല. രമ ഇങ്ങനെ ഒരു സംഭാഷണത്തിന് തുനിഞ്ഞാൽ ഞാൻ പറയും വേണ്ടെന്ന് പറയും. ഇതേ കാര്യം എലിക്സർ പറഞ്ഞ അതേ കാര്യം രമയാണ് പറയാൻ തുടങ്ങിയെങ്കിൽ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിക്കും. വ്യത്യാസം മനസ്സിലായ? എന്ത് മനസ്സിലായി? ഞാൻ പാർഷ്യാലിറ്റി കാണിക്കുന്ന ആളാണെന്ന് മനസ്സിലായല്ലേ? എന്താ മനസ്സിലാക്കിയത്? എന്താ എന്തുകൊണ്ടില്ലേ എലിക്സർ അത് പറയാനായിട്ട് തുനിഞ്ഞപ്പോൾ എലിക്സറിനെ തടഞ്ഞില്ല, രമയെ തടഞ്ഞു. ആർക്കും പറയാം. എലിക്സർ എക്സ്പ്രസ് ചെയ്ത് കൊടുത്ത് ഹൗ ഹി കെയിം ബാക്ക് എന്നുള്ളൊരു ഭാഗം കൂടി ഉണ്ട്. രമയിൽ കെയിം ബാക്ക് ഇല്ല. രമ അതിൽ ക്യാരീഡായി പോകും. രമ അതിൻ്റെ വിക്റ്റിമാകിണിയെന്ന് രമ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രമയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിണിയെന്ന്. സ്പേസ് ഇല്ല, അവിടെ സ്പേസ് ഇല്ല. രമ അവിടെ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രമയുടെ കയ്യിൽ നിന്ന് വിട്ടു. പക്ഷെ എലിക്സർ പറഞ്ഞുകൊണ്ട് തുടങ്ങിയത് എവിടെ നിന്നാണെന്നുള്ള ഭാഗത്ത് തന്നെ വന്നു നിന്നു. എവിടെ എലിക്സർ ആരംഭിച്ചോ അവിടെ തന്നെ എലിക്സർ വന്നു നിന്നു. ശ്രദ്ധിക്കണേ, എലിക്സർ എവിടെ ആരംഭിച്ചോ അവിടെ തന്നെ വന്നു നിന്നു. ഈ പറഞ്ഞതൊന്നിലും ഞാനില്ല, ഈ പറഞ്ഞതിലൊന്നിലും ഞാനില്ല. അവിടെയാണ് എലിക്സർ. എവിടെയാണ് രമ പറഞ്ഞു തുടങ്ങിയാൽ രമ പറയുന്നതിൻ്റെ കൂടെ രമ പറക്കാൻ തുടങ്ങും. രമ പറയുന്നതിൻ്റെ കൂടെ രമ പോകാൻ തുടങ്ങും. ഈ വ്യത്യാസം മനസ്സിലാക്കണം. പറയുന്ന ആളും പറയുന്നതും കൃത്യമായിരിക്കണം. ബാക്ക് ടു സീറോ അവിടെ ക്ലിയർ ആയിട്ട് ആ സീറോ അവിടെ ഉണ്ടാകണം. ഒരേ കാര്യം തന്നെ നിങ്ങൾ 1,00,000 പ്രാവശ്യം ചെയ്തു നോക്കിക്കുക. ഒരൊറ്റ കാര്യം 1,00,000 പ്രാവശ്യം. ഒരേ കാര്യം തന്നെ 1,00,000 പ്രാവശ്യം ചെയ്തു നോക്കിക്കുക. ഒരേ കാര്യം തന്നെ. അങ്ങനെ ചെയ്യുന്നിടത്താണ് നിങ്ങൾ പവർഫുൾ ആകുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റാത്തിടത്താണ് നിങ്ങൾ വീക്കാകുന്നത്. നമ്മൾ ശ്വാസം അല്ലെങ്കിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും
ആ എക്സ്പാൻഷനും കോൺട്രാക്ഷനിലും നമ്മൾ നിരന്തരം ശ്രദ്ധിച്ചാൽ അത് തപസ്സാണത്. ആ നിരന്തരം ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് എന്തുണ്ടാകും? തെളിച്ചമുണ്ടാകും. ആ നൈരന്തര്യത വേണം. എന്നാൽ മാത്രമേ ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ് സുനിൽ, സുനിൽ ജോസഫ്, കുറേ വർഷങ്ങളായല്ല സുഹൃത്തെ. അപ്പം നമ്മൾ നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗം കാണുമ്പോൾ നമ്മളല്ല ഇത് പ്രവർത്തിപ്പിക്കുന്നത്, ഇത് ചലിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് നമ്മൾ കാണുന്നത്. ആ ശക്തിയെ കാണാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ആശ്വാസം. അപ്പോഴാണ് നമുക്ക് ആശ്വാസം. അപ്പോഴാണ് നമ്മൾ സമാധാനം. അപ്പോഴാണ് ശരിക്കും ലോകോ സമസ്തോ സുഖനോ ഭവന്തു. അപ്പോഴാണ് നമ്മൾ ലോകത്തിൽ സമാധാനം. നമ്മൾ കാണുകയില്ല, നല്ലത് കൊണ്ടുവരികയില്ല എന്ന്. അല്ലേ പാട്ടില്ലേ? ഈ ഏഴുലകം മതിമതിയാമെന്നയ്യപ്പ, നിന്നിൽ കാരുണ്യാമൃത കീർത്തനം ചെയ്യണമെന്നയ്യപ്പ, ശരണമയ്യപ്പ. അയ്യപ്പ എന്ന് പറയുന്നത് എന്താണ്? അവനവനെ തന്നെയാണ്. അയ്യ എന്ന് തമിഴിൽ അയ്യ എന്ന് വെച്ചാൽ അവനെന്നാണ്, ഞാനെന്നുള്ളതാണ്. ശബരിമലയിൽ വൃദ്ധമെടുത്ത് പോയതുകൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ അടുത്ത വർഷം പോകത്തില്ല. തിരക്ക് കൂടേണ്ട കാര്യമില്ല. അടുത്ത വർഷം പോകത്തില്ല. നമ്മൾ തെളിച്ച് ഒരു പ്രാവശ്യം അമ്പലത്തിൽ പോയി പ്രയോജനം ഉണ്ടെങ്കിൽ പിന്നെ പോകത്തില്ല. കാരണം നമ്മളിൽ തെളിച്ചമാണ് വേണ്ടത്. തെളിച്ചം കിട്ടുന്നവരെ പോകണം. അപ്പം സത്യസന്ധത ഉണ്ടെങ്കിലേ, അമ്പലത്തിൽ പോയിട്ട് സത്യം എന്താണ്, സത്യസന്ധത എന്താണെന്ന് അറിഞ്ഞില്ല. പള്ളിയിൽ പോയിട്ട് സത്യസന്ധത എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. നാമം ജപിച്ചിട്ട് സത്യം എന്താണെന്ന് അറിഞ്ഞില്ല. അപ്പം മരിച്ചു. സത്യമേ നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ മുസ്ലിംസ് പറയും കാഫറിനെയൊക്കെ നശിപ്പിച്ച് കളയണം, കൊന്നുകളയണം. കാഫറൊക്കെ തന്നെത്താൻ നശിച്ചു പോയിക്കോളൂ, ആരും കൊല്ലണ്ട, ആരും ചെയ്യണ്ട. ആ സത്യസന്ധത ഇല്ലാത്തവൻ തന്നെത്താൻ നശിക്കും. നമ്മളെന്തിനാ അതിൻ്റെ പുറകെ പോണത്? നമുക്കെന്ത് കാര്യം വൃത്തികേടിൻ്റെ പുറകെ പോകാൻ? നമ്മൾ വൃത്തിയിൽ നിന്നാൽ പോരെ. നമ്മൾ വൃത്തിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് കാഫറെന്ന് തിരക്കണമെന്തിനാ? എന്ത് കാര്യത്തിനാണ് കാഫറിനെ അന്വേഷിക്കുന്നത്? നമ്മൾ സത്യത്തിൽ നിന്നാൽ പോരെ. നമ്മുടെ സത്യമാണ് നമ്മുടെ സംരക്ഷണം.
ഇത് ഒരാളുടെ മാത്രം ആകരുത്, എല്ലാവരുടേതും ആകണം. ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്യത്തിൽ തന്നെ നിൽക്കുമ്പോൾ അടുത്ത ആൾക്ക് താല്പര്യം ഉണ്ടാകും. അടുത്ത ആൾക്ക് താല്പര്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ നിലനിൽക്കാൻ സാധിക്കണം. സത്യത്തിൽ നമ്മുടെ സത്യത്തിൽ നമ്മൾ നിൽക്കണം, വ്യക്തമായിട്ട് നിൽക്കണം. എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ സത്യത്തിൽ നമ്മൾ അണൂടെ മാറരുത്. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഇപ്പം സത്യം എന്ന് പറയുന്നത് നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ. സത്യം എന്ന് പറയുന്നത്, സത്യം എവിടെയാണ് അറിയുന്നത്? നമ്മളാകാനുള്ള കാരണം എവിടെയാണ് കാണുന്നത്, അവിടെയാണ് നമ്മുടെ സത്യം. നമ്മളാകാനുള്ള കാരണം എന്താണോ അവിടെയാണ് നമ്മുടെ ശ്രദ്ധ എത്തേണ്ടത്. ഇപ്പം നിരന്തരം ജാഗ്രത, നിരന്തരം പ്രവർത്തനത്തിൽ നിരന്തരം വേണം. നൈരന്തര്യത ഒഴിച്ചുകൂട്ടാൻ പറ്റാത്ത ഒരു ഭാഗമായിട്ട് മാറണം. ഏത് രോഗിയും എഴുന്നേറ്റ് നടക്കണം. ഏത് രോഗിയും അവനവനിലുള്ള സത്യസന്ധതയെ അറിഞ്ഞ് എഴുന്നേറ്റ് നടക്കണം. ഓരോരുത്തർ എഴുന്നേറ്റ് വരണമെന്നേ തന്നെത്താൻ. ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെ നിലനിർത്തുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. നമ്മുടെ ഉത്തരവാദിത്വം അവിടെയാണ് തെളിഞ്ഞു വരുന്നത്. നമ്മളെ വൃത്തിയായിട്ട് തൊട്ടറിഞ്ഞ് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അവിടെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത. അവിടെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത. വൃത്തി. നമ്മളെ സ്വപ്നം നിയന്ത്രിച്ചാൽ അപകടമല്ലേ?
നമ്മുടെ വൃത്തി എന്ന് പറയുന്നത് നമ്മളെ നമ്മൾ തെളിച്ച് അറിഞ്ഞ് തുടരുന്നതാണ് നമ്മുടെ വൃത്തി. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പാകത്തിന് ഭക്ഷണം കഴിക്കും, എല്ലാ കാര്യങ്ങളും വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. ഒരു കാരണവശാലും വൃത്തികേടെന്ന് പറഞ്ഞ ഭാഗം ഉണ്ടാകത്തില്ല. വൃത്തികേട് ഉണ്ടാകാൻ പറ്റത്തില്ല. സംസാരിക്കും ഞാൻ.